കഥകൾ കേൾക്കാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഇതൊരു ചെറിയൊരു കഥ. ഇത് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കഥയാട്ടോ. ഒരു പെൻസിലിൻ്റെ റബ്ബറിൻ്റെ ഒരു ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്. പെൻസിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കും, റബ്ബർ അതിങ്ങനെ നോക്കിയിരിക്കും. ചില സമയങ്ങളിൽ പെൻസിൽ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ തെറ്റുകൾ വരുത്തും. അപ്പോൾ റബ്ബർ പോയിട്ട് അതങ്ങ് മാച്ച് കളയും. അപ്പോൾ ഒരു ദിവസം പെൻസിൽ റബ്ബറിനെ ഇങ്ങനെ കാണുമ്പോൾ റബ്ബറിൻ്റെ കോലക്കാകെ തെറ്റി കിടക്കുക. പണ്ട് റെക്റ്റാങ്കിളായിരുന്ന റബ്ബർ പതുക്കെ പതുക്കെ ചെറുതായി അത് ഉരുണ്ടു തുടങ്ങി. അപ്പോൾ പെൻസിൽ പോയിട്ടൊരു സോറി പറയും. ഞാൻ സോറി പറയാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ റബ്ബറിനത് കേട്ടിട്ട് അങ്ങോട്ട് എന്തോ പോലെയോ, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ എന്തിനാ സോറിയും താങ്ക്സൊക്കെ, അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ. അപ്പോൾ റബ്ബർ പറയും, നീ എന്തിനാ എന്നോട് സോറി പറഞ്ഞ, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പെൻസിൽ പറയും, അല്ല, ഞാൻ എഴുതുന്ന തെറ്റുകൾ മായ്ച്ചിട്ടാണല്ലോ നിൻ്റെ ശരീരം ചെറുതായി ചെറുതായി വരുന്നത്. തെറ്റെൻ്റെ ഭാഗത്തല്ലേ, ഞാനല്ലേ തെറ്റ് ചെയ്യുന്നത്, പക്ഷെ നീയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അതെനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെൻസിലൊരു ക്ലോസ് കൊടുക്കും. റബ്ബർ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയും, സംഭവം ശരിയാണ്, നീ എഴുതുന്ന തെറ്റുകളെ മായ്ച്ചിട്ട് തന്നെയാണ് എൻ്റെ ശരീരം കുറഞ്ഞേക്കുന്നത്. പക്ഷെ നിനക്ക് എപ്പോഴെങ്കിലൊക്കെ ജീവിതത്തിൽ ഓർമ്മ ഉണ്ടാവുമല്ലോ, അതായത് നിൻ്റെ തെറ്റുകളെ തിരുത്താൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു എന്ന്. അങ്ങനെ പറഞ്ഞ് പെൻസിൽ റബ്ബറിനോട് സംസാരിക്കും. റബ്ബറും പെൻസിലും വീണ്ടും ഫ്രണ്ട്സായി പണ്ടത്തെ പോലെ തന്നെയായിട്ട് പെൻസിൽ പറയും, എന്നാൽ ശരിഞ്ഞു മുതൽ ഞാൻ തെറ്റുകൾ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കും എന്ന് പറയും. റബ്ബർ പറയും ഓക്കെ എന്ന് പറയും. അതങ്ങനെ കഴിയും. ഇവിടെ ഈ പെൻസിൽ ആരാന്ന് ചോദിച്ചാൽ പെൻസിൽ നമ്മളാണ്. റബ്ബർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അച്ഛനും അമ്മയാണ്. പല ആൾക്കാർക്കും പല കാറ്റഗറി ആയിരിക്കും കേട്ടോ. അച്ഛനമ്മ തന്നെ ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മുടെ മെൻറ്റേഴ്സ് ആയിരിക്കും, ഗുരുക്കളായിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും. ഇവർ ആക്ച്വലി നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര വലിയ റോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ മായ്ക്കാനും അത് തിരുത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അത് അതേപടി നമ്മൾ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ കുറയും. അല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ തെറ്റുകൾ ചെയ്തു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവരൊരു ദിവസം അതേ റബ്ബറിനെ പോലെ തന്നെ തേഞ്ഞ് 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 ഇല്ലാണ്ടാവും, നമ്മളുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു റബ്ബർ പറയുന്ന പോലെ, റബ്ബർ പറയുന്ന ഒരു പോയിന്റ് ഭയങ്കര അടിപൊളി ഒരു പോയിന്റാണ്. റബ്ബർ പറയുന്ന പെൻസിലിൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനുണ്ടായിരുന്നു നിൻ്റെ തെറ്റുകൾ തിരുത്താൻ. അത് മാത്രമല്ല, ഞാനെന്ന വ്യക്തിയാണ് സത്യം പറയുകയാണെങ്കിൽ നിൻ്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ആ തെറ്റുകളെ കൊണ്ട് തിരുത്തിയിട്ട് നിന്നെ നല്ലൊരു മനുഷ്യനാക്കാനായിട്ട്, അല്ലെങ്കിൽ നിന്നെ നല്ലൊരു പെൻസിലാക്കാൻ വേണ്ടി ഞാൻ നോക്കാമെന്ന് പറയും. എന്ന് പറയുന്ന പോലെ, അതായത് നമ്മുടെ കുറവുകളെ കണ്ട് മനസ്സിലാക്കി നമ്മളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമുക്ക് നല്ലത് പറഞ്ഞു തന്ന് നമ്മളെ 4 പേരുടെ മുന്നിൽ നല്ലതാക്കി കാണിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അവരൊരിക്കലും വിട്ട് കളയരുത്. അവരെപ്പോഴും നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഇതാണ് ഈ കഥയുടെ മോറൽ. ഒരിക്കലും നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ വിട്ട് കളയരുത്. കാരണം അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ന് പോകുന്നോ അന്ന് നമ്മുടെ തകർച്ച തുടങ്ങും. അതെപ്പോഴും മനസ്സിലാലോചിക്കുക. അത്രയേ ഉള്ളൂ കഥ.